ഹായ് ഗായ്സ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ മാത്രമല്ല അക്ഷേട്ടനെയും ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് എന്റെ ഡ്രീം പ്ലേസിലേക്ക് അയക്കണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടേക്കല്ല ഞാൻ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് മലേഷ്യയിലേക്കാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഞാൻ വിചാരിച്ച കൺട്രി അല്ലെങ്കിൽ കൂടിയും ഞാൻ ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇവിടെ എന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മൾ കൊണ്ടുപോകുന്ന 2 ട്രോളി. ഇതിൽ ഹാഫ് ഡ്രസ്സും അക്ഷരനാണ്. ഇപ്രാവശ്യം അക്ഷരനാണ് ഫുള്ള് അവിടെ അടിച്ചു പൊളിക്കാൻ പോണേ. ആൻഡ് യെസ്, നമ്മൾ മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഞങ്ങളിതിൻ്റെ മുന്നേ ഞാൻ എയർപോർട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് ജസ്റ്റ് കാണാനായിട്ട് അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലും എയർപോർട്ടിൽ വരും, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറും, എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളത്. ആൻഡ് ഫൈനലി ആ ഒരു ഡേ ആയിരുന്നു, ആ ഒരു മൊമെൻ്റ് ആയിരുന്നത്. പിന്നെയാണെങ്കിൽ ഞാനിതുവരെ ഇങ്ങനെ പോവാത്തത് കൊണ്ട് നമുക്ക് എയർപോർട്ടിലെ റൂൾസും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എല്ലാം ചേച്ചിയും ചേട്ടായും പോയതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 9:30 9:30 ടു ബാംഗ്ലൂർ ആയിരുന്നു. 1 hourൻ്റെ ഉള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയി. അവിടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. ആൻഡ് ദെൻ നമ്മൾ ഫ്ലൈറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ആ അയലിലൂടെയൊക്കെ ആയിരിക്കും പോകാമെന്ന്. പക്ഷേ ബസ്സിലായിരുന്നു. കാരണം ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ അയലിലൂടെ പോകണമാണ് കണ്ടത്. ആൻഡ് ബസ് വന്നു. അതിലിരുന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ ലൈഫിൽ ഞാൻ വിചാരിച്ച സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൂടി ഞാൻ ഫ്ലൈറ്റിൽ പോകാന്നുള്ള ഒരു മൊമെൻ്റ് എനിക്ക് എപ്പോഴും സ്പെഷ്യലായിരുന്നു. ആൻഡ് അത് അക്ഷയൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരും എനിക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകാമെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു കിട്ടിയത്. പിന്നെ അവരും നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെയായിരുന്നത്. ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോൾ തൊട്ട് ഈ വ്യൂ ഒക്കെ ഞാൻ തന്നെ എടുത്തത്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞങ്ങൾ എക്സാക്ട്ലി 1 hourനുള്ളിൽ തന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തി. സോ ബാംഗ്ലൂരിൽ എത്തിയിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം.